നമസ്കാരം. നമ്മുടെ പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് ലിമിറ്റഡിന്റെ അഥവാ UDTയുടെ ഏറ്റവും പുതിയ Q4 അതുപോലെ FY26 സാമ്പത്തിക റിപ്പോർട്ടുകളാണ്. ഒറ്റനോട്ടത്തിൽ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നാമെങ്കിലും ഇതിലെ കണക്കുകളെ നമുക്കൊന്ന് സിമ്പിളായിട്ട് അഴിച്ചുപണിയാം. ഇന്നത്തെ നമ്മുടെ അജണ്ട ഇതാണ്. ആദ്യം തന്നെ Q4ലെ പ്രധാന നമ്പറുകൾ നോക്കാം. തുടർന്ന് വാർഷിക വളർച്ചയും പാദങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങളും പിന്നെ ലാഭത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും പരിശോധിക്കാം. ഒടുവിലായി ഈ സാമ്പത്തിക വർഷത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രവും ഷെയർ ഹോൾഡേഴ്സിനുള്ള നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. സെക്ഷൻ 1 Q4ലെ പ്രധാന നമ്പറുകളും വരുമാനത്തിലെ കുതിപ്പും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ആദ്യം കടക്കാം. ഈ റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ നമ്പറുകളിൽ നിന്നും തന്നെ തുടങ്ങാം, അല്ലേ? നമ്പറുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് എന്താണ് ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായും എണ്ണ ഖനനത്തിനാവശ്യമായ ഉപകരണങ്ങളുടെ നിർമ്മാണവും എഞ്ചിനീയറിംഗ് സേവനങ്ങളുമാണ് ഇവരുടെ മെയിൻ ഏരിയ. അതായത് ഒരൊറ്റ ബിസിനസ് സെഗ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. 39%. ശരിക്കും ഞെട്ടിക്കുന്നൊരു നമ്പറാണിത്. കഴിഞ്ഞ വർഷത്തെ ഇതേ പാദവുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ 39% ഒരു വമ്പൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുൻ വർഷത്തെ 31.1 കോടിയിൽ നിന്നും വരുമാനം ഒറ്റയടിക്ക് 43.3 കോടിയായി ഉയർന്നു. ഗംഭീര പെർഫോമൻസ് തന്നെയല്ലേ? വരുമാനത്തിൽ മാത്രമല്ല കേട്ടോ, ഈയൊരു ഗ്രോത്ത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും വളരെ വ്യക്തമായി കാണാനുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4ാം പാദത്തിൽ 3.9 കോടി രൂപയായിരുന്ന അറ്റാദായം ഇപ്പോൾ 24% വർദ്ധിച്ച് 4.8 കോടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഉയർന്ന വരുമാനത്തിനൊപ്പം തന്നെ കൃത്യമായ പ്രവർത്തനക്ഷമതയും കൂടിയായപ്പോൾ ലാഭം താനേ ഉയർന്നു എന്ന് പറയാം. സെക്ഷൻ 2 വാർഷിക വളർച്ചയും പാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും. ഇനി ഈ ഡേറ്റയെ കുറച്ചുകൂടി സൂക്ഷ്മമായി പോസിറ്റീവ് നമ്പറുകൾക്കപ്പുറം ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് നമ്മൾ. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാർഷിക അടിസ്ഥാനത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിലും നമ്മൾ തൊട്ടു മുൻപത്തെ പാദവുമായി, അതായത് Q3യുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അവിടെ ചെറിയൊരു ഇടിവ് കാണാൻ സാധിക്കും. നോക്കൂ, Q3യിലെ 50.5 കോടി രൂപയായിരുന്നു വരുമാനം. അവിടെ നിന്നും 14% കുറഞ്ഞാണ് ഈ പാദത്തിൽ 43.3 കോടിയിലെത്തിയത്. ഓരോ സമയത്തും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യത്യാസവും മാർക്കറ്റിലെ മാറ്റങ്ങളുമൊക്കെയാണ് ഇതിന് കാരണമെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. വരുമാനത്തിൽ മാത്രമല്ല കേട്ടോ, നികുതിക്ക് മുൻപുള്ള ലാഭത്തിലും, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ട്. 7.6 കോടി രൂപയിൽ നിന്നും അത് 7.0 കോടി രൂപയായി കുറഞ്ഞു. ഒപ്പം അറ്റാദായത്തിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ ഒരു 12% ഇടിവ് വന്നിട്ടുണ്ട്. സെക്ഷൻ 3 ലാഭത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ, കമ്പനിയുടെ ചെലവുകളും മാർജിനുകളും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ പാദത്തിലെ മൈക്രോ ഡ്രൈവേഴ്സ് ഒന്ന് നോക്കാം. ചെലവുകൾ പരിശോധിച്ചാൽ Q3യിൽ 43.6 കോടിയായിരുന്നു മൊത്തം ചെലവെങ്കിൽ ഈ പാദത്തിൽ അത് 37.6 കോടി രൂപയായി കുറയ്ക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. ഇത് വലിയൊരു കാര്യമാണ്. ഫിനാൻസ് കോസ്റ്റ് 0.9 കോടിയിൽ നിന്നും 0.5 കോടിയായി കുറഞ്ഞു. പക്ഷേ ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാന ചെലവുകൾ 1.2 കോടി രൂപയിൽ തന്നെ തുടരുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി കാണിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ചെലവിലുണ്ടായ വലിയൊരു ഡ്രോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മുൻവർഷം ഇതേ പാദത്തിൽ മെറ്റീരിയൽ ചെലവ് 30.2 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ പാദത്തിൽ അത് വെറും 21.3 കോടിയായി ചുരുങ്ങി. ഈ ഒരൊറ്റ കാര്യമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ലാഭത്തിന് ഏറ്റവും വലിയ സപ്പോർട്ടായത്. ഇതിനോടൊപ്പം ഫ്രീ പ്രസ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സ്മാർട്ടായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് വലിയൊരു ബൂസ്റ്റ് നൽകിയിട്ടുണ്ട്. അതായത് ഗോഡൌണിൽ കിടക്കുന്ന പ്രോഡക്ട്സ് കൃത്യമായി മാനേജ് ചെയ്തതും ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചുവെന്ന് ചുരുക്കം. സെക്ഷൻ 4 മൊത്തം സാമ്പത്തിക വർഷത്തെ ചിത്രം. FY26 അവലോകനം. ഇനി നമുക്ക് ഈ മൈക്രോ വ്യൂവിൽ നിന്നൊന്നു മാറി FY26ന്റെ ഒരു വലിയ പിക്ചർ അഥവാ മാക്രോ പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ ഈ വർഷത്തെ മൊത്തം കഥ ഇങ്ങനെയാണ്. Q4ലുണ്ടായ 43.3 കോടിയുടെ വരുമാന കുതിപ്പ് മൊത്തം വാർഷിക വരുമാനത്തെ 181 കോടി രൂപയിലെത്തിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 8% കൂടുതലാണിത്. ഒപ്പം ഈ സാമ്പത്തിക വർഷത്തെ മൊത്തം അറ്റാദായം 19.0 കോടി രൂപയാണ്. മുൻവർഷം ഇത് 15 കോടിയായിരുന്ന സ്ഥാനത്താണ് ഈ 26%ന്റെ ഗംഭീര ജമ്പുണ്ടായിരിക്കുന്നത്.
ഈ പറയുന്ന വലിയ സാമ്പത്തിക വളർച്ചയെല്ലാം വരുന്നത് വെറും ഒരൊറ്റ ബിസിനസ് സെഗ്മെന്റിൽ നിന്നാണെന്നത് നമ്മൾ മറക്കരുത്. കമ്പനിയുടെ 100% പ്രവർത്തനങ്ങളും എഞ്ചിനീയറിംഗ്, അതുപോലെ ഓയിൽ ഡ്രില്ലിംഗ് എക്യുപ്മെന്റ് മേഖലയിൽ മാത്രമാണ്. ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്താണ് അവർ ഈ വലിയ നേട്ടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സെക്ഷൻ 5 ഷെയർ ഹോൾഡർ റിട്ടേൺസും ഡിവിഡൻഡുകളും. ഈ കോർപ്പറേറ്റ് പെർഫോമൻസ് സാധാരണക്കാരായ നിക്ഷേപകർക്ക് എന്ത് നേട്ടമാണ് നൽകുന്നതെന്ന് നോക്കാം. അതാണല്ലോ നമുക്കെല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ കയ്യിലുള്ള ഒരൊറ്റ ഷെയറിൽ ഈ ലാഭം എങ്ങനെ കാണാൻ കഴിയുമെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 4ാം പാദത്തിൽ ഒരു ഷെയറിന് ലഭിച്ച അടിസ്ഥാന വരുമാനം, അതായത് EPS, വെറും 1.90 രൂപയായിരുന്നു. എന്നാൽ ഈ വർഷം അത് 2.43 രൂപയായി ഉയർന്നിരിക്കുന്നു. കമ്പനിയുടെ ഈ ലാഭം കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിലേക്കും എത്തുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതുകൂടാതെ ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട്. ഡയറക്ടർ ബോർഡിന്റെ ഔദ്യോഗികമായ ഫൈനൽ ഡിവിഡൻഡ് റെക്കമെൻഡേഷൻ കൂടി വന്നിട്ടുണ്ട്. അതെത്രയാണെന്ന് നോക്കാം. ₹1.80. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ഷെയറിന് കിട്ടുന്ന മൊത്തം ഡിവിഡൻഡാണിത്. ഡയറക്ടർ ബോർഡ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്ത 60 പൈസയുടെ ഫൈനൽ ഡിവിഡൻഡ് കൂടി ഉൾപ്പെട്ടതാണിത്. തങ്ങളുടെ മികച്ച റിസൾട്ട് ഇൻവെസ്റ്റേഴ്സുമായി പങ്കുവയ്ക്കാൻ കമ്പനി തീർച്ചയായും തയ്യാറാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ റിപ്പോർട്ടിന്റെ അവസാനം ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. കമ്പനി തന്നെ മുന്നറിയിപ്പ് നൽകിയതുപോലെ പ്രൊഡക്റ്റുകളുടെ വ്യത്യാസങ്ങളും മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങളുമൊക്കെ വരും പാദങ്ങളിലെ പ്രകടനങ്ങളെ സ്വാധീനിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസിന്റെ അടുത്ത പാദത്തെ എങ്ങനെയാവും ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യം നിങ്ങൾക്കും ചിന്തിക്കാൻ വിട്ടുകൊണ്ട് ഇന്നത്തെ എക്സ്പ്ലെയിനർ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.